കാതിക്കുടത്തെ സമരം ശക്തമായിട്ട് 2 വർഷം. കാലവർഷം കനത്തതോടെ ജലാറ്റിൻ കമ്പനിയിൽ നിന്നുള്ള മലിനീകരണം വ്യാപകമാകുന്നു. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോഴും നാട്ടുകാർ ഉഗ്ര സമരപാതയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് കാതിക്കുടം. പുഴയും പാടവും തോടുമെല്ലാം നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. എന്നാൽ ഇന്നാട്ടിലെ പുഴയും പാടവും തോടും വെള്ളവുമെല്ലാം ഇന്ന് മലിനമായിരിക്കുന്നു. നാട്ടിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ചാലക്കുടി പുഴയുടെ തീരത്ത് 1975 കേരള കെമിക്കൽസ് ആൻഡ് പ്രോട്ടീൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങിയത്. ജലാറ്റിൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഓസീൻ എന്ന പ്രോട്ടീൻ മൃഗങ്ങളുടെ എല്ലിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഫാക്ടറിയിൽ നടക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ചുണ്ണാമ്പ്, വെള്ളം എന്നിവയാണ് ഉൽപാദന പ്രക്രിയയിലെ ചേരുവകൾ. പ്രതിദിനം 120 ടൺ എല്ലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1.25 ലക്ഷം ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡും 2 കോടി ലിറ്റർ വെള്ളവും പ്രതിദിനം ആവശ്യമാണ്. മാലിന്യം വളരെ കൂടുതലും ഉൽപ്പന്നം കുറവും എന്നതാണ് ഓസീൻ ഉൽപ്പാദനത്തിൻ്റെ പ്രത്യേകത. ഉൽപ്പാദിപ്പിക്കുന്ന ഓസീൻ്റെ 2% കമ്പനിയുടെ ജന്മനാടായ ജപ്പാനിലേക്ക് കയറ്റി അയക്കുന്നു. അവശേഷിക്കുന്നത് കാക്കനാട്ടെ ജലാറ്റിൻ നിർമ്മാണ യൂണിറ്റിലേക്കും. കുറച്ചു ദിവസം മുൻപ് ചാലക്കുടി പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് കമ്പനിക്ക് അനുകൂലമായിരുന്നു. സ്വന്തമായി പഠനം നടത്താൻ അധികാരമില്ലാത്തതിനാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി കോട്ടയം ആസ്ഥാനമായ സോഷ്യോ ഇക്കണോമിക് ഫൗണ്ടേഷൻ പഠനം നടത്തി. പ്രദേശത്തെ സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നതായിരുന്നു പഠനം. പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. പുഴയിലെയും പാടത്തെയും വെള്ളം കറുത്ത നിറത്തിലാണ്. കമ്പനിയോട് ചേർന്നുള്ള മതിലിന് സമീപത്തെ വെള്ളക്കെട്ടിൽ രാസമാലിന്യം തളം കെട്ടിക്കിടക്കുന്നു. നേരത്തെ പുഴയുടെ മധ്യത്തിലേക്കാണ് പൈപ്പ് വഴി മാലിന്യം തള്ളിയിരുന്നത്. പ്രതിഷേധം കാരണം ഇത് നിർത്തി. ഞങ്ങൾ പലപ്പോഴും ഓക്സിജൻ കിട്ടാണ്ട് ആശുപത്രിയിൽ കുട്ടികളെ ഓടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്നത്. അതായത് സൾഫർ ഡയോക്സൈഡ് വാതകവും മിഥൈൻ വാതകം ഇവിടെ നിറഞ്ഞു നിൽക്കുക എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ശ്വാസമേ കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിരാഹാരത്തിന് ഇരിക്കുന്നവർക്ക് പോലും വൈകുന്നേരം നമ്മൾക്ക് ശ്വാസം തലവേദന എടുക്കുകയാണ്. അത്രയും ഈ വാതകം ഇതിൽ നിറഞ്ഞിരിക്കുക. 4 കിലോമീറ്റർ ചുറ്റളവിൽ. ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ മക്കളെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളുടെ മക്കളെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നത് ശുദ്ധമായ വെള്ളമല്ല എന്ന് കമ്പനി അധികൃതർ സമ്മതിക്കുന്നു. പുറത്തുവിടുന്ന പുകയുടെ ദുർഗന്ധത്തെക്കുറിച്ചും കമ്പനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പുഴയിൽ നിന്ന് ചോർത്തുന്നത്. പുറത്തുവിടുന്നത് മാലിന്യമല്ല എങ്കിൽ അതേ വെള്ളം വീണ്ടും ഉപയോഗിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഉപയോഗിക്കാനാവില്ല എന്നാണ് മറുപടി. ഞങ്ങൾ ശുദ്ധമായ വെള്ളം, ട്രീറ്റ് ചെയ്ത വെള്ളം, പൊല്യൂഷൻ കൺട്രോൾ നോം അനുസരിച്ചിട്ടുള്ള വെള്ളം ആണ് ഞങ്ങൾ വിടുന്നത്. ഞാൻ മനസ്സിലായി, താങ്കൾ പറഞ്ഞു. അതിനകത്ത് പല ഏരിയയിലും ഞങ്ങളിത് റീയൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ പ്രൊഡക്റ്റ്. പല ഏരിയകളിലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ചില ഏരിയകളിൽ നമ്മൾ കുടിവെള്ളത്തിൻ്റെ, ഇപ്പോൾ ഇതൊരു മെഡിസിനൽ ഇതായതുകൊണ്ട് ചില പ്രോസസ്സിൽ ശുദ്ധമായ, എന്നുവെച്ചാൽ കുടിവെള്ളത്തിൻ്റെ സ്റ്റാൻഡേർഡിലുള്ളത് തന്നെ ഉപയോഗിക്കണം. ഞങ്ങൾ പുറത്തു വിടുന്ന കുടിവെള്ളമല്ല. കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വലിയ പൈപ്പ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം അടച്ചു. പൈപ്പിന്റെ പൊട്ടിയ വശങ്ങളിലൂടെ പുറത്തു വന്നത് കറുത്ത നിറത്തിലുള്ള രാസമാലിന്യമാണ്. ഇത് പാടത്തും പറമ്പിലും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ലോറി കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞു. വളം എന്ന പേരിൽ പുറത്തു കൊണ്ടുപോകുന്ന മാലിന്യമായിരുന്നു അത്. ഇതിനും രൂക്ഷഗന്ധം തന്നെ. ഇപ്പോൾ സമയം 7 മണി ആകാറായിരിക്കുന്നു.
ഈ കാണുന്ന ഭാഗത്താണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പൈപ്പ് കടന്നു പോകുന്നത്. ഏറ്റവും ശക്തമായ രീതിയിൽ മാലിന്യം കടന്നു വരുന്നതും ഈ സമയത്താണ്. പ്രദേശത്തെ വൃദ്ധരും കുട്ടികളും അടങ്ങുന്നവർക്ക് ശ്വാസകോശപരമായ അസുഖങ്ങൾ കൂടുന്നതും ഈ സമയത്ത് തന്നെ. കമ്പനിക്കകത്തെ കുളത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളവും പാടത്ത് കണ്ട വെള്ളവും ഒരുപോലെയാണ്. കറുത്ത നിറവും ദുർഗന്ധവും. കാതിക്കുടത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ 160ഓളം പേർ ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്നാണ് കണക്ക്. എൻ്റെ ഭർത്താവ് മരിച്ചത് ക്യാൻസറായിട്ടാണ്. എനിക്കും ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. അതിന് മരുന്നും ഞാൻ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരേ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാണ് ഞങ്ങൾ കുടിക്കണത്. കമ്പനി കൊണ്ടുവന്ന് തന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഞങ്ങൾക്കൊരു നിലയ്ക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ കമ്പനി ഒരു നിമിഷം മുമ്പ് അടച്ചു പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യാനാ ഒരുക്കം. കഴിഞ്ഞ 2 വർഷമായി സമരം ശക്തിപ്പെടുകയാണ്. എന്നാൽ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. കമ്പനിയിലെ തൊഴിലാളികളെ നയിക്കുന്ന CITU-വും INTUC-യും കമ്പനിക്ക് അനുകൂലവുമാണ്. രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ കമ്പനിയുടെ മാലിന്യ പൈപ്പ് ഞങ്ങൾ പൊതുജലാശയത്തിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരു സമരമാണ് 1-ാം തീയതി ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഒരുപക്ഷെ പോലീസിനെ ഉപയോഗിച്ച് ആ സമരത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കമ്പനി ശ്രമങ്ങൾ നടത്തും. പക്ഷേ ആ ശ്രമങ്ങളെയെല്ലാം അതിജീവിക്കത്തക്ക രീതിയിൽ, ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ജീവൻ കൊടുത്തുകൊണ്ട് ഈ കമ്പനിയുടെ മാലിന്യ പൈപ്പ് ഇനി പൊതുജലാശയത്തിൽ ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ജീവിക്കാനുള്ള കാതികൊടുത്തുകാരുടെ അവകാശ പോരാട്ടത്തിൽ രാത്രികാലങ്ങളിൽ കമ്പനിക്ക് വേണ്ടി പോലീസും നാട്ടുകാർക്ക് വേണ്ടി സമരസമിതിയും കാവലിരിക്കുന്നു. ഈ വരുന്ന ജൂലൈ 1-ന് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കമ്പനിയിൽ നിന്നും മാലിന്യമൊഴുക്കുന്ന പൈപ്പ് നാട്ടുകാർ എടുത്തുമാറ്റും. അപ്പോൾ സമരം എങ്ങനെ മാറുമെന്ന് കാത്തിരുന്ന് കാണണം.